ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ CAA നിയമം പാർലമെന്റ് പാസാക്കുന്ന സമയത്ത് കോൺഗ്രസ് എംപിമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയായിരുന്നു. അവര് ഇത് ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിലെ എംപിമാരടക്കം CAA നിയമത്തെ എതിർത്തത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലോക്സഭയുടെയും രാജ്യസഭയുടെയും ടിവിയിലുണ്ട്. ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിന്റെ നിയമപരമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള MP ശ്രീ ശശി തരൂരാണ്. ഈ നിയമത്തിന്റെ ചർച്ചാവേളയിൽ പങ്കെടുത്ത് ആ ചർച്ചയെ ലീഡ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള MP-യായ ശ്രീ ശശി തരൂരാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മറ്റൊരു MP-യായ ശ്രീ T മുഹമ്മദ് ബഷീർ വളരെ ഗൌരവത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുത്ത ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗമായിരുന്നു. ഞാൻ ഏതായാലും മുഖ്യമന്ത്രിക്ക് ശശി തരൂരിന്റെ രണ്ട് പ്രസംഗത്തിന്റെയും T മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗത്തിന്റെയും ലിങ്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചുതരാം. മുഖ്യമന്ത്രി അത് കണ്ടിട്ടെങ്കിലും താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, ശ്രീ ശശി തരൂരിന്റെ പ്രസംഗത്തെ ചെയറിലുണ്ടായിരുന്ന മീനാക്ഷി ലേഖി തടസ്സപ്പെടുത്തുകയും അവർ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. വളരെ വിശദമായിട്ടാണ് അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ച വേളയിൽ ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന 14 ലംഘനമാണെന്നുള്ള നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത്. ഇതിന്റെ ചരിത്രവും സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചുള്ള വളരെ അഗാധമായ പഠനം നടത്തിയിട്ടുള്ള പ്രസംഗമാണ് നടത്തിയത്. അന്നത്തെ കോൺഗ്രസ് MP ആയിരുന്ന ശ്രീ കപിൽ സിബൽ നടത്തിയ വളരെ വിശദമായ പ്രസംഗത്തിന്റെയും ലിങ്ക് എല്ലാം ഉണ്ട്. കാര്യങ്ങളെല്ലാം ആയിരിക്കപ്പോ കോൺഗ്രസ് മൂലക്കിരിക്കുകയായിരുന്നു എന്ന്. പിന്നെ ആരവിടെ പ്രസംഗിച്ചത്? ഇവരുടെ 1-2 MP-മാരാ. അവരാണ് പ്രസംഗിച്ചത്. ഇതിനെ എതിർത്തത് അതിശക്തമായ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് പാർലമെന്റിൽ നടന്നതെന്നാണ് ദേശീയ പത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് വിൽ നോട്ട് ഇംപ്ലിമെന്റ് CAA, രാഹുൽ ഗാന്ധി. ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ പാസേജ് ഈസ് അറ്റാക്ക് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടൊരു BJP MP കേന്ദ്രമന്ത്രിയായിരുന്നയാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ബിഗ്ഗസ്റ്റ് ഫൂൾ ഡസൻ അണ്ടർസ്റ്റാൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്നാണ്. അദ്ദേഹത്തെ വലിയ വിഡ്ഢിയാണ്, അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് ആക്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊരു BJP MP പരിഹസിക്കുകയും അത് വിവാദമാവുകയും ചെയ്താണ്. ഇതെല്ലാം നടന്നിട്ട് രാഹുൽ ഗാന്ധി CAA കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയോ? RSSനെതിരായിട്ട് പോരാടുന്ന ആരാ? 12 സംസ്ഥാനങ്ങളിൽ 16 കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് RSS ഫയൽ ചെയ്തിട്ടുള്ളത്. 16 കേസുകൾ 12 സംസ്ഥാനങ്ങളിൽ. ഏത് CPM കാരനാണ്, ഏത് CPM നേതാവാണ് RSS ആയിട്ട് ഏറ്റുമുട്ടുന്നത്? എനിക്കെതിരായിട്ട് RSS കണ്ണൂരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പച്ചക്കള്ളങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ മാർച്ച് ഈ പുതിയ ഈ ആക്ട് ചട്ടം വന്ന ഉടൻ തന്നെ കോൺഗ്രസിന്റെ പ്രചരണ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശ് മാർച്ച് 11-12 ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഇതൊന്നും മുഖ്യമന്ത്രി വായിക്കുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്താ പറ്റിയത്? എന്താണ് പറ്റിയതെന്ന് അറിയണം. ഇവരിതൊന്നും അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹം വായിക്കുന്നില്ലെങ്കിൽ ഓഫീസിലുണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ച് ഇത് കാണിച്ചു കൊടുക്കണ്ടേ? ഇതുപോലത്തെ പച്ചക്കള്ള മുഖ്യമന്ത്രി വന്നിരുന്ന് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നറിയണ്ടേ? അതുപോലെ കേസുകളൊന്നും ഇല്ലാതായെന്ന് പറഞ്ഞിരിക്കുന്നത്. CAAക്കെതിരായിട്ട് 2019 എടുത്തത് 835 കേസാണ്. 8/8/2023 ഇപ്പൊ തൊട്ട് മുമ്പ് തന്നിരിക്കുന്ന 5 മാസം മുമ്പ് തന്ന കേസിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആകെ 63 കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് NOC കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലുള്ളത് 835 കേസുണ്ട്. അത് AP അനിൽകുമാറിന് കൊടുത്ത മറുപടിയാണ് നിയമസഭയിൽ. 573 കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് PTA റഹീമിന് തന്നെ
മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ അംഗത്തിന് തന്നെ 573 കേസുകളിൽ ചാർജ് ഷീറ്റ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് കേസുകളൊക്കെ ഇല്ലാതായാൽ, കേസുകൾ ആവിയായി പോയാൽ, കേസെല്ലാം കൂടി കുറെ കേസ് ഇല്ലാതായത് ഈ പാവപ്പെട്ടവനെയൊക്കെ ശിക്ഷിച്ചു, ഫൈൻ അടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ അടിപ്പിച്ചത്. അപ്പൊ 2019 CIAക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് 835 കേസാണ്. അതിൽ ആക്രമണ സ്വഭാവമുള്ള 102 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും 733 കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് 69 കേസ് മാത്രം പിൻവലിച്ച് BJPക്ക് കൂട്ടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് പിൻവലിക്കാതിരുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ്? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ CPMന് കിട്ടിയത്. ആ സീറ്റ് കൂടി ഉറപ്പായി പോകുമെന്നും അത് KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കണം. AKG സെന്ററിലാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട്. അപ്പൊ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി, നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. SFIക്കാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂർണ്ണമായ മൗനമായിരുന്നു. മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി, വാ തുറന്നിട്ടില്ല. എത്രയോ ദിവസം കേരളം മുഴുവൻ തേങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഈ CPM നേതാവ് കൂടിയായ മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ കാണിച്ച തോന്നിയാസം കണ്ടില്ലേ? കേരള സർവകലാശാല കലോത്സവത്തിൽ 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ ആത്മഹത്യ ചെയ്ത സംഭവം. ആരാണ് ഇവരെ അയച്ചുവിട്ടിരിക്കുന്നത്? എന്ത് അക്രമവും കാണിക്കാൻ കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അയച്ചുവിട്ടിട്ട് അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് മിണ്ടാനില്ല. മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ. മാവേലി സ്റ്റോറിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളില്ല. ഒരു സാധനമില്ല കേരളത്തിൽ. 1 രൂപ പേയ്മെന്റ് നടക്കുന്നില്ല. കാരുണ്യ ചികിത്സാ സഹായം കിട്ടുന്നില്ല ആശുപത്രികൾ. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. CAA സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റായ പ്രചരണമാണ്. അദ്ദേഹം കേസ് പിൻവലിക്കാതെ BJPയെ സന്തോഷിപ്പിക്കാൻ അവരുടെ കൂടെയായിരുന്നു ഇത്രയും നാൾ. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി ജാഥ നടത്തുന്നത് ആർക്കെതിരാണ്? നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരായിട്ടാണ്, സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടാണ്, അവരുടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് അദ്ദേഹം ജാഥ നടത്തുന്നത്. കിലോമീറ്ററുകളോളം അദ്ദേഹം ജാഥ നടത്തുന്നത്. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ സംഘപരിവാർ വിരോധം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സംഘപരിവാറുമായി സന്ധി ചെയ്ത് കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഈ മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ട പാർട്ടിയാണിത്. അതും BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. മുഴുവൻ ചെയ്ത അതിനു വേണ്ടിയിട്ടാണ്. BJP നേതാക്കളെ സുഖിപ്പിച്ച് കേസുകളിൽ നിന്ന് തലയൂരാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിനാണ് കോൺഗ്രസ് വിരുദ്ധതയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അല്ല, അന്ന് നമുക്ക് ഉത്തരം തന്നിരിക്കുന്നത് 63 കേസുകളെന്നാണ് നമുക്ക് ഉത്തരം അന്ന് തന്നിരിക്കുന്നത്. 8/8/23 തന്നിരിക്കുന്നത്. 513/9/2023 തന്നിരിക്കുന്നത് 573 കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ചാർജ് ഷീറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. ഒരുപാട് കേസുകളിൽ ലക്ഷക്കണക്കിന് രൂപ ഫൈൻ ആളുകൾ അടച്ചു. അപ്പൊ ഈ മുഖ്യമന്ത്രി എവിടെയായിരുന്നു ഈ കേസുകൾ പിൻവലിക്കാതെ? ഇത് 2023. 2019 നടന്ന സംഭവമാണ്. 4 കൊല്ലമായിട്ട് ഒന്നും ചെയ്തില്ല. മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പാണ്. അതൊക്കെ ജയറാം രമേശിന്റെ ഇത് നോക്ക്, അദ്ദേഹത്തിന്റെ AICCയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞ ഞങ്ങളുടെ ഒരു പോയിന്റ് ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ്. കാരണം ഇതുവരെ 6 മാസം കൊണ്ടാണ് സാധാരണ ചട്ടം വരേണ്ടത്. ആ ചട്ടം ഇതുവരെ എടുക്കാതെ 2019 പാസാക്കിയ നിയമത്തിൽ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ഇപ്പൊ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും 5 വർഷം മിണ്ടാതിരിക്കുകയും ചെയ്ത് ഇലക്ഷന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി ഈ ചട്ടം കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. 1.
രണ്ടാമത്തെ പോയിന്റ്, ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്ന കാര്യമാണ്. CAA ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഇതല്ലാതെ പിന്നെന്താ പറയേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ ഇതിനു മുമ്പ് എത്രയോ ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, ഇന്ത്യ എന്നുള്ള ആശയത്തിന് എതിരാണിത്, ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഭരണഘടനാ ലംഘനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഇന്നലെ പറഞ്ഞ 3 പോയിന്റും ഞാൻ എത്രയോ ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞ പോയിന്റ് ഇതൊക്കെ കോമൺ ആയിട്ടല്ലേ വരുള്ളൂ. ഞാൻ അതുകൊണ്ട് മുഖ്യമന്ത്രി വിമർശിച്ച, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ അല്ല, ആ 3 പോയിന്റ് ഞാൻ പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ സമയത്ത് ചെയ്തതെന്നാണ്. അതൊരു പോയിന്റാണ്. ഞാനൊന്ന് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇതെന്ന്. കാരണം ഇത് ധ്രുവീകരണം, പോളറൈസേഷൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഏറ്റില്ല എന്ന് കണ്ടപ്പോ ഇത് രണ്ടാമത്തെ ആയുധം ഇറക്കിയതാണ്, ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുക. മുഖ്യമന്ത്രി പറഞ്ഞാൽ ആരും പറഞ്ഞില്ല എന്നല്ലേ. ഞാൻ കേരളത്തിൽ നിന്നുള്ള 2 MP പ്രസംഗിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശശി തരൂർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നിയമപരമായ തടസ്സവാദം ഉന്നയിക്കാം, എന്തുകൊണ്ട് ലീഗലി ഇത് നിൽക്കില്ല എന്ന് അത് ഉന്നയിച്ചു. അതിനുശേഷം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അത് ലീഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ശശി തരൂരാണ്. മുസ്ലിം ലീഗിൽ നിന്ന് കേരളത്തിൽ നിന്ന് സംസാരിച്ചത് E.T. മുഹമ്മദ് ബഷീറാണ്. ബാക്കി അന്നത്തെ കപിൽ സിബൽ അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കാം. എന്റെ കയ്യിലുണ്ട് എന്റെ പ്രസംഗം. ഞാൻ നിങ്ങൾ ആന്റോണിയുടെ കാര്യം പറഞ്ഞതിന് ഞാനല്ല ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇരുന്ന് നിങ്ങളോട് പറയുന്നത്. എന്റെ ആ പ്രസംഗങ്ങൾ മുഴുവനുണ്ട്. എന്റെ എന്റെ ആ മുഴുവൻ പ്രസംഗങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാ അദ്ദേഹത്തോട് ചോദിക്കണം, എന്നോട് ചോദിക്കും. ഞാൻ ഇതെല്ലാം ലിങ്കിൽ നിന്ന് കിട്ടും. ഇത്ര ബുദ്ധിമുട്ടി പത്തനംതിട്ട വരെ പോയി ആന്റോണിയോട് ചോദിക്കണ്ട. രാജ്യസഭയുടെയും ലോകസഭയുടെയും ലിങ്ക് എടുത്ത നിങ്ങളുടെ ഓഫീസിൽ കിട്ടും. നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി, കൈരളിയുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി. ആ ലിങ്ക് എടുത്ത് നോക്കുക. അന്നത്തെ ശശി തരൂരിന്റെ പ്രസംഗം ഒന്ന് വായിക്കാൻ പറഞ്ഞല്ല, മറുപടി പറഞ്ഞല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെയും CPM-ന്റെ കൂടെ ഒരു സംയുക്ത പ്രക്ഷോഭണത്തിനുമില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ നിയമസഭയിൽ ഇത് പാസ്സാക്കാൻ ഒരുമിച്ച് നിന്നു. ഒരുമിച്ച് നിയമസഭ പാസ്സാക്കി. നിയമസഭ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞു. അപ്പോ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നു. കാരണം നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഗവർണറെ മടക്കി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് അനുമതി തന്നില്ലല്ലോ. അന്ന് ഗവർണറുടെ കൂടെയായിരുന്നേ. അന്ന് ഗവർണറുടെ കൂടെയായിരുന്നു. അന്ന് ഉണ്ടായിരുന്നത് ഗവർണറുടെ കൂടെ. ഇത് എന്റെ കയ്യിലുണ്ടത്. 25/1/2020 രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കൊടുത്ത ഇതാണ്. അതുകൊണ്ട് കേരള നിയമസഭയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും പൊതുവികാരത്തിനെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവർണറെ അടിയന്തരമായി മടക്കി വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുന്ന കാര്യം ഈ സഭ ചർച്ച ചെയ്യണം. അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയമാണ്. നിയമസഭാ ചട്ടപ്രകാരം റൂൾ 30 അനുസരിച്ച് കൊണ്ടുവന്ന പ്രമേയമാണ്. സ്പീക്കർ അനുമതി നൽകിയില്ല. അന്ന് ഗവൺമെന്റാണല്ലോ സമ്മതിക്കാത്തത്. അന്ന് ഗവർണർ ഒക്കച്ചങ്ങാതിമാരായിരുന്നു, മുഖ്യമന്ത്രിയും ഗവർണറും. അതുകൊണ്ട് ഗവർണറുടെ കൂടെ നിന്ന് ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ആദ്യം മുതലേ ഇതിനകത്ത് എടുക്കുന്നത്. അല്ലാതെ പാർലമെന്റിൽ ചൂടേറിയ ഡിബേറ്റ് നടന്നു എന്നാണ്. ചൂടേറിയ ഡിബേറ്റ് CPM-ന്റെ 2 MP നടത്തിയത്. ചൂടേറിയ ഡിബേറ്റ് നടത്തിയത് ഞങ്ങളല്ല നടത്തിയത്. ചൂടേറിയ ഡിബേറ്റ് പാർലമെന്റിൽ നടത്തിയത്. എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും. ലിങ്ക് എല്ലാം അയച്ചു കൊടുക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്ര മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊന്നും കാണാത്ത കേൾക്കാത്ത ഓഫീസാണെന്ന്. അല്ല, അതിന് പ്രസക്തിയില്ല. ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതെങ്ങനെ നിലനിൽക്കുന്നത്? ഞങ്ങൾക്കല്ല അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ്. ഞാൻ മുഖ്യമന്ത്രി ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ? ഞാൻ പറയാം. അതെന്തിനാ? മുഖ്യമന്ത്രിയുടെ കൂടെ എന്തായാലും ഇല്ല. ഞങ്ങൾ CPM-ന്റെ കൂടെ ഒരു പ്രതിഷേധത്തിലും ഇല്ല. ഞങ്ങൾക്ക് പ്രതിഷേധം തന്നെത്താൻ നടത്താനുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയും മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണിയാണല്ലോ. UDF ആണല്ലോ കേരളത്തിലെ ആദ്യത്തെ പ്രതിഷേധം നടത്തിയത്, കേരളം മുഴുവൻ പ്രതിഷേധം നടത്തിയത്, ഇതിനെതിരായി പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രി ഇതുമായിട്ടൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാണ്. വേറെ ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലേ? ചോദിച്ചപ്പോ കിട്ടിയല്ല. നിങ്ങൾക്ക് മാസപ്പടിയൊക്കെ ചോദിച്ചപ്പോ കിട്ടിയല്ല. നമ്മളൊക്കെ ഈ കൈരളിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ് സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത്. അത്ര സ്നേഹത്തിലാണ് പറയണത്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൈരളിയുടെ റിപ്പോർട്ടറിനോട് ഇയാൾക്ക് ചെവി കേൾക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല.
ഞങ്ങൾ അങ്ങനെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവഹേളിച്ച ഞങ്ങൾ സമ്മതിക്കില്ല. ബഹുമാനത്തിലേ സംസാരിക്കുള്ളൂ. അവര് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയും, അത് വേറെ കാര്യം. പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചെവിട് കേൾക്കില്ലേ തനിക്ക് എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി. പിന്നെ ആരെന്ത് പറഞ്ഞാലും എമ്മാതിരി വർത്തമാനം പറയരുത്. എന്താ മുഖ്യമന്ത്രി ഇത്ര ദേശീയതയായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള എല്ലാവരോടും? എന്താ ഇത്രമാത്രം അസഹിഷ്ണുത?